കോൺഗ്രസിലെ തല്ല് തെരുവിലെത്തുമോ എന്നാണ് ഇപ്പം നമുക്ക് ചോദിക്കാൻ തോന്നുന്നത്. തൃശ്ശൂരിൽ നിന്ന് കെ.സിയെ കാണാനെത്തിയ ചില നേതാക്കന്മാർക്കെതിരെ അദ്ദേഹം ചൂലെടുത്ത് തല്ലിയില്ലെന്നേയുള്ളൂ. ബാക്കിയെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിലുണ്ടായിരുന്നു. അതീവ ദുഃഖിതനും അതോടൊപ്പം തന്നെ രോക്ഷാകുലനുമാണ് കെ.സി വേണുഗോപാൽ. കാരണം ചേലക്കര നഷ്ടപ്പെട്ടല്ലോ. അതെ, അവർക്ക് ഏറെ ദയനീയമായ പരാജയം സംഭവിച്ചൊരു തോൽവിയായിരുന്നു തൃശ്ശൂരിലും ഉണ്ടായത്. അപ്പം തൃശ്ശൂർ നേതൃത്വത്തിൻ്റെ പിടിപ്പ് കേടാണ് ഇതിനെല്ലാം കാരണമെന്നാണ് കെ.സിൻ്റെ ഇപ്പോൾ വിലയിരുത്തൽ. തീർച്ചയായിട്ടും കോൺഗ്രസിനുള്ളിലെ ചില നേതാക്കളുടെ കുത്തിത്തിരിപ്പുകൾ വളരെ കൃത്യമായിട്ട് AICC ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി മനസ്സിലാക്കിയിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലനമാണിപ്പോൾ കാണുന്നത്. തീർച്ചയായിട്ടും TN പ്രതാപൻ, അതുപോലെ തന്നെ ജില്ലാ നേതാക്കളായ ജോസ് വള്ളൂരാൻ, അതുപോലെ ജോസ് MP വിൻസെൻ്റ്, ഈ 3 പേർക്കും എതിരെയാണ് നടപടി വരാൻ സാധ്യതയുള്ളത്. ഇവർക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇവരെ പുറത്താക്കാൻ പോലും സാധ്യതയുണ്ട്. കെ.സി വേണുഗോപാൽ അത്ര രൂക്ഷമായിട്ടാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കാരണവും കൂടി പറയാം. അറിയാമല്ലോ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയാണ് തൃശ്ശൂരിൽ ഏറ്റുവാങ്ങിയത്. അതും കെ മുരളീധരനെ പോലെ തൃശ്ശൂർ തട്ടകമാക്കിയ ഒരാളിനെ അവിടെ, അതും ചെറിയ ഭൂരിപക്ഷത്തിനൊന്നുമല്ല, 3,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് തോൽപ്പിക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണ്. തോറ്റതിന് ശേഷം മുരളിയുടെ പ്രതികരണം എന്തായിരുന്നു? കോൺഗ്രസിന്റെ അകത്ത് നിന്ന് തന്നെ തനിക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾക്കൊന്നും നേതാക്കൾ മുതിർന്നില്ല എന്ന് മാത്രമല്ല, DCCയിൽ അടിയുമുണ്ട്. DCC വേണ്ട വിധത്തിൽ പ്രവർത്തിച്ചില്ല എന്ന് കെ മുരളീധരൻ അന്ന് തന്നെ പറഞ്ഞു. അദ്ദേഹം അതിന് ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും വോട്ടുകൾ എടുത്ത് പറഞ്ഞതാ, ഇവിടെ കോൺഗ്രസിന് കഴിഞ്ഞ തവണ ഇത്ര കിട്ടി, ഇക്കുറി ഇത്രയാണ് കിട്ടിയത്, ആരുടെ കുറ്റം എന്ന് എണ്ണി പറഞ്ഞ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് തോൽവി അവലോകനം ചെയ്ത് അവതരിപ്പിച്ചു. അല്ലേ? വളരെ കൃത്യമായിരുന്നു മുരളീധരൻ്റെ നീക്കം. അതിന് മുമ്പൊരു കാര്യം സംഭവിച്ചു, അതറിയില്ലേ? എന്തായിരുന്നു? മുരളീധരൻ്റെ സഹോദരി പത്മജ കോൺഗ്രസ് വിട്ടുപോയി. എന്താ കാര്യം? പത്മജ വിട്ടുപോയതിന് കാരണം എന്താ? അതും ഈ പറഞ്ഞ നേതാക്കളുടെ കുത്തിത്തിരിപ്പാണ് എന്ന് പത്മജ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞിട്ടല്ലേ പോയത്. അവരിതൊന്നും പതുക്കെയല്ല പറഞ്ഞത്, ആരുടെയും ചെവിയിലും അല്ല പറഞ്ഞത്. എല്ലാ മാധ്യമങ്ങളും കേട്ടോണ്ടിരിക്കെ DCC നേതൃത്വത്തിനെതിരെ ഏറ്റവും കടുത്ത ആക്രമണം അഴിച്ചു വിട്ടിട്ടാണ് പത്മജ ഇറങ്ങിപ്പോയത്. അല്ലേ? പത്മജയുടെ ശാപം ഇവർക്ക് കിട്ടി. പത്മജ പ്രതിജ്ഞ ചെയ്തിട്ടാണ് പോയത്, നിങ്ങളെ തോപ്പിക്കും, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പാഠം പഠിപ്പിക്കും എന്ന പത്മജയുടെ. തൃശ്ശൂരിലെ വിഷം യഥാർത്ഥത്തിൽ പ്രതാപനാണോ? തൃശ്ശൂരിലെ വിഷം എന്നൊക്കെ നമുക്ക് പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, TN പ്രതാപൻ അത്ര നല്ല കളിയൊന്നുമല്ല അവിടെ കളിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ TN പ്രതാപൻ അവിടെ മത്സരിക്കുമായിരുന്നു. പക്ഷേ അപകടം മുൻകൂട്ടി കണ്ട പ്രതാപൻ അത് മുരളീധരൻ്റെ തലയ്ക്ക് വെച്ച് ഒഴിഞ്ഞു. വടകര ഷാഫിക്ക് കൊടുത്തപ്പോൾ മുരളീധരനെ 2 കൈയും നീട്ടി തൃശ്ശൂരിലേക്ക് സ്വാഗതം ചെയ്ത് വലിയൊരു ത്യാഗം ചെയ്യുന്നതായിട്ട് അഭിനയിച്ചുകൊണ്ട് തൃശ്ശൂരിൽ കെ മുരളീധരനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. എന്നിട്ട് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, എന്തൊക്കെയായിരുന്നു പ്രകടനങ്ങൾ. അല്ലേ? കണ്ടാൽ. പക്ഷെ ഇതൊക്കെ, ഈ പ്രകടനങ്ങളൊക്കെ ഉണ്ടായിട്ടും ബഹുമാനപ്പെട്ട പ്രതാപനാണ് മുരളീന്റെ തോൽവിക്ക് പിന്നിലെന്നാണ് പല അഭ്യൂഹങ്ങളും ഉയരുന്നത്. തീർച്ചയായിട്ടും ഈ പ്രകടനങ്ങളൊക്കെ നടത്തിയ പ്രതാപൻ, അതിൻ്റെ കാരണമുണ്ട് ഗൗതമേ. ഈ 5 കൊല്ലം MP ആയിരുന്നിട്ട് അവിടെ എന്ത് ചെയ്തു? 2019 മുതൽ 2024 വരെ അവിടെ MP ആയിരുന്ന ആൾ എന്താ ചെയ്തേ? അതേസമയം രാജ്യസഭ MP ആയിരുന്ന സുരേഷ് ഗോപി എന്തെല്ലാം കാര്യം ചെയ്തു? ഒരു ആത്മവിശ്വാസം, അല്ലെങ്കിൽ അതികഠിനമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം തൃശ്ശൂരിൽ കോൺഗ്രസിനുണ്ടായിരുന്നു. അതിനേറ്റ തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയുടെ ജയം എന്ന് പറയുന്നത്. പ്രതാപൻ ധരിച്ചിരുന്നത് തെരഞ്ഞെടുപ്പൊക്കെ ഒന്ന് അടുക്കുമ്പോൾ മാത്രം ജനങ്ങളെയൊക്കെ ഒന്ന് പോയി കണ്ട് പ്രചരണത്തിനൊക്കെ സോപ്പൊക്കെ ഇട്ട്, പിന്നെ ഈ RSS പേടിയും മോദി പേടിയൊക്കെ കാണുമ്പോൾ കുറെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടിങ് വരും എന്നൊക്കെ കരുതി. ഇത്തവണ അത് പറ്റിപ്പോയി, അത് നടന്നില്ല. ന്യൂനപക്ഷങ്ങൾ ഒരുപാട് പേര് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത്. എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല എന്ന സത്യം പ്രതാപൻ ഇനിയെങ്കിലും തിരിച്ചറിയും. തൃശ്ശൂരിന് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. തൃശ്ശൂർ തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ചേലക്കരയിലെ തോൽവി. ചേലക്കരയിൽ ഇത്രയും കടുത്ത
ഭരണവിരുദ്ധ വികാരമുണ്ടായിട്ട് പോലും കോൺഗ്രസിന് അത് മുതലെടുക്കാൻ പറ്റില്ല. അതേസമയം അവിടെ BJPക്ക് 10,000-ഓളം വോട്ട് കൂടി. തൃശ്ശൂര് സുരേഷ് ഗോപിയുടെ വാഗ്ദാനങ്ങളൊക്കെ അദ്ദേഹം പാലിച്ചു തുടങ്ങുകയാണ് ചെയ്യുന്നത്. നമ്മൾ വാർത്തകൾ ചെയ്തതാണ്. നിരവധി പദ്ധതികൾ, നിരവധി കോടികളാണ് തൃശ്ശൂരിന്റെ റൗണ്ടിലെ ആകാശപാത തന്നെ എടുക്കാമല്ലോ. അതെ അതെ, മാർക്കറ്റ് നവീകരിച്ചു. അതുപോലെ ഇപ്പൊ പിന്നെ കോയമ്പത്തൂരെന്ന് പിന്നെ റെയിൽവേ ലൈൻ വീണ്ടും 3ാമത്തെ പാതയെക്കുറിച്ച് സർവേ ആരംഭിച്ചിരിക്കുന്നു. ഇനി എറണാകുളത്തേക്ക് അത് നീട്ടുകയാണ്. എന്ന് മാത്രമല്ല, ഈ കൊച്ചി മെട്രോ ഇപ്പൊ ആലുവ വരെ നിൽക്കുന്നത് തൃശ്ശൂരിലേക്ക് നീട്ടുന്ന കാര്യത്തെക്കുറിച്ച്, തൃശ്ശൂർ വഴി അത് പാലക്കാടേക്ക് കൊണ്ടുപോകാന്നാണ് സുരേഷ് ഗോപി ഇപ്പൊ പറയുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ അകത്ത് ആകപ്പാടെ ഒരു വലിയ പ്രതീക്ഷയാണ് അവർ 2026 വെക്കുന്നതെങ്കിലും ഈ ഗ്രൂപ്പ് രാഷ്ട്രീയം വീണ്ടും തലമുക്കില്ല. അത് തൃശ്ശൂരിൽ പ്രത്യേകിച്ചും വലിയ തോതിൽ കോൺഗ്രസിനെ പിന്നിലോട്ടടിക്കാൻ പോവുകയാണ് തൃശ്ശൂരിലെ ഈ നേതാക്കളുടെ ഗ്രൂപ്പുകളിൽ. ഒറ്റ വാക്കിൽ പറയാം, തൃശ്ശൂർ തോൽപ്പിച്ച് അവർ BJPയെ ജയിപ്പിച്ച് BJPക്ക് ജയം താലത്തിൽ വെച്ച് കൊടുക്കും. ഇതാണ് തൃശ്ശൂരിൽ സംഭവിക്കാൻ പോകുന്നത്. സുരേഷ് ഗോപി നേരിട്ട് അവിടെ ഇറങ്ങും. സുരേഷ് ഗോപി തൃശ്ശൂരിലെ ഇപ്പം തന്നെ അവിടെ സുരേഷ് ഗോപി മത്സരിച്ച ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് പാറ്റേണൊക്കെ കണ്ടല്ലോ. നല്ല മികച്ച സ്ഥാനാർത്ഥികളെ അവിടെ നിർത്തും. സുരേഷ് ഗോപി കൃത്യമായിട്ട് തൃശ്ശൂർ പിടിച്ചെടുക്കും എന്നുള്ള കാര്യത്തിന് KC വേണുഗോപാലിന് സംശയമില്ല. അതുകൊണ്ടാണ് KC വേണുഗോപാൽ ഇത്ര കടുത്ത രൂക്ഷമായ ആക്രമണവും വിമർശനവുമായിട്ട് ഇവർക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പം ചാണ്ടി ഉമ്മൻ, അതുപോലെ അച്ചു ഉമ്മനെ പോലുള്ളവരൊക്കെ, അച്ചു ഉമ്മൻ സജീവമാവുന്നു കോൺഗ്രസിലേക്ക് എന്ന് പറഞ്ഞൊരു വാർത്തയുണ്ട്. അതോടൊപ്പം തന്നെ A ഗ്രൂപ്പിന്റെ ഒരു ശക്തി പ്രകടനം ഗ്രൂപ്പ് വരാൻ പോകുന്നു. അതെ, അപ്പം ആകപ്പാടെ ഒരു വല്ലാത്ത കോൺഗ്രസ് ജയിക്കും എന്നൊരു സാഹചര്യം ഉണ്ടായ ഒരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗ്രൂപ്പ് കളി ആരംഭിക്കും. ഈ നേതാക്കൾ എല്ലാവരും ഗ്രൂപ്പ് തിരിഞ്ഞ് പരസ്പരം പോരടിക്കും. അത് തീർച്ചയാണ്. ഇത് KCക്ക് നന്നായിട്ട് അറിയാം. യഥാർത്ഥത്തിൽ KC ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു മണ്ഡലം മാത്രം കേന്ദ്രീകരിച്ചിട്ട് എങ്ങനെ തൃശ്ശൂരിനെ സുരേഷ് ഗോപി കീശയിലാക്കി എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോൺഗ്രസിന് മാത്രമല്ല LDFനും എല്ലാവർക്കും മാതൃകയാക്കേണ്ട, കേസ് സ്റ്റഡി ആക്കേണ്ട ഒരു വിഷയമാണ്. ഏറ്റവും ആദ്യം അത് മാതൃകയാക്കേണ്ടതും പഠിക്കേണ്ടതും BJPക്കാരാ. അവരത് ചെയ്യുന്നില്ല. അവർ പക്ഷേ ഈ സുരേഷ് ഗോപിയുടെ കാര്യം മറ്റു സ്ഥലങ്ങളിലും, സുരേഷ് ഗോപിയുടെ ആ ഒരു സ്ട്രാറ്റജി മറ്റു മണ്ഡലങ്ങളിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. എന്തായാലും ഇരിക്കട്ടെ, നമുക്ക് കോൺഗ്രസിലേക്ക് തിരിച്ചു വരാം. ഈ പറഞ്ഞ നേതാക്കൾ, പത്മജ പറഞ്ഞിട്ട് പോയല്ലോ തൃശ്ശൂരിൽ അവരെ കഴിഞ്ഞ തവണ തോൽപ്പിച്ചത് ആരാണെന്ന്. അന്ന് തന്നെ അവർ വളരെ അസംതൃപ്തയായിരുന്നു. നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിച്ചു. ഒരു നടപടി ഉണ്ടായില്ല. അവസാനം അവർക്ക് ഗതികെട്ട് അവർക്ക് BJPയിലേക്ക് പോകേണ്ടി വന്നു. പക്ഷെ അവർ കൃത്യമായിട്ട് അതിൻ്റെ പ്രതികാരം നിർവഹിച്ചു. അവിടെ സുരേഷ് ഗോപി ജയിച്ചു. പത്മജയുടെയും കൂടി സഹായത്തിലാണ് സുരേഷ് ഗോപി അവിടെ ജയിച്ചത്. പക്ഷെ അത് നിഷേധിക്കാൻ പറ്റും. പക്ഷെ കോൺഗ്രസിന്റെ ഒരു വിജയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJPയിൽ നിന്നൊരു ശക്തനായിട്ടുള്ളൊരു നേതാവിനെ എടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ലൈം ലൈറ്റിൽ, അതായത് ചാനൽ ചർച്ചകളിലൊക്കെ അത് പത്മജയെ എടുത്തതിനുള്ള പ്രതികാരമാണ്. അല്ല, അതൊക്കെ ഇരിക്കട്ടെ. ഇപ്പൊ എന്തായാലും തൃശ്ശൂരിൽ പത്മജ നേതൃത്വം കൊടുക്കും എന്നുള്ള കാര്യം തീർച്ചയല്ലേ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്മജയ്ക്ക് അറിയുന്ന താല്പര്യമുള്ള മികച്ച സ്ഥാനാർത്ഥികളെ അവിടെ നിർത്തും. തൃശ്ശൂരിൽ കോൺഗ്രസ് വെള്ളം കുടിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിക്കൊണ്ടാണ്, അത് മണത്തറിഞ്ഞുകൊണ്ടാണ് KC വേണുഗോപാൽ ഇത്ര കർശനമായൊരു നിലപാടിലേക്ക് പോയിരിക്കുന്നത്. ഇത് കേരളത്തിലെ മറ്റെല്ലാ ജില്ലകളിലെ കോൺഗ്രസ്സുകാരെയും കാത്തിരിക്കുന്നത് ഇതാണ്. കാരണം KC വേണുഗോപാലും VD സതീശനും കൂടെ ചേർന്ന് ചെറുപ്പക്കാരുടെ ഒരു നിരയെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്കാണ് കോൺഗ്രസിൻ്റെ ഭാവി, അവരിലാണ് എന്ന തിരിച്ചറിവ് KCക്കുണ്ട്, VD സതീശനുണ്ട്. അത് തീർച്ചയായിട്ടും അവർ ഭംഗിയായി അതിനെ നടപ്പാക്കാൻ ശ്രമിക്കും. ഈ പഴയകാല പടക്കുതിരകളായി ചമഞ്ഞ് നടക്കുന്ന നേതാക്കൾ, ഗ്രൂപ്പ് കളിക്കുന്ന നേതാക്കൾ പെട്ടി മടക്കി വീട്ടിൽ പോയിരിക്കേണ്ടി വരും. KCക്കും സതീശനും ഗ്രൂപ്പിനോട് താല്പര്യമില്ല, ഒരു താല്പര്യമില്ല. എന്തായാലും കോൺഗ്രസ് രാഷ്ട്രീയം സജീവമായ ഒരു ചർച്ചയ്ക്ക് ഒരു വേദിയായിരിക്കുകയാണ്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെ സംഭവിക്കും. ഇതിൽ ആരുടെയൊക്കെ തലകൾ ഉരുളും, ആരൊക്കെ പാർട്ടിയിൽ ബാക്കി കാണും, എന്തൊക്കെ സംഭവിക്കും, ഭരണം കിട്ടിയാൽ ആര് മുഖ്യമന്ത്രിയാവും, നല്ല രസമായിരിക്കും എന്തായാലും. അതുകൊണ്ട് കാത്തിരുന്ന് കാണാം.